ശ്രീ ജയശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ തിരിച്ചടി നേരിടുമെന്ന് മുമ്പ് ചില ടെലിഫോൺ സംഭാഷണങ്ങളും ചില വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകളും ഒക്കെ പുറത്തു വന്നപ്പോൾ തന്നെ ശ്രീ ജയശങ്കർ മുന്നറിയിപ്പ് നൽകിയതാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷെ പിന്നീട് രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുന്നു, കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കുന്നു, മുമ്പ് തള്ളിപ്പറഞ്ഞവർ പോലും ഒപ്പം നിൽക്കുന്നു. അങ്ങനെ രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ് വി ഡി സതീശൻ ഒഴികെ മറ്റു നേതാക്കളൊക്കെ ആഘോഷിക്കുന്നത് പോലെയാണ് തോന്നിയത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പാർട്ടി തോറ്റാലും കുഴപ്പമില്ല, മുന്നണി തോറ്റാലും കുഴപ്പമില്ല, മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായാലും കുഴപ്പമില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല, നമ്മൾ പാർട്ടി ഇല്ലാണ്ടായാലും ഗ്രൂപ്പ് നിലനിൽക്കും, ഗ്രൂപ്പിലുണ്ടായാലും നമ്മൾ നിലനിൽക്കും എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം കോമാളികളുടെ ഒരു സംഘമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പറയുന്നത്. ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നാം. നിങ്ങൾക്ക് നാണം ഉണ്ടോ? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ രാഹുൽ കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കിയോ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ ബീഹാറിലും ഗുജറാത്തിലും അതുപോലെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലൊക്കെ കോൺഗ്രസ് എന്താ തോറ്റെന്ന് മനസ്സിലായി. ഇതുപോലെയുള്ള പ്രവർത്തികളാണ് അവരെല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വടി കൊടുത്ത് അടിവടിക്കുന്ന സ്വഭാവം പണ്ടേ എനിക്കുള്ളതാ. ഇപ്പോൾ ഹരിയാനയിലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സംഭവം പറഞ്ഞു. അവിടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, അയാൾ പഴയ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ കൂടിയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭജൻലാലിൻ്റെ മകനാണ്. ഇയാൾ അവിടുത്തെ ഒരു സർക്കാർ അഭിഭാഷകയെ നിലവിൽ ഒരു ഭാര്യയുള്ളപ്പോൾ വിവാഹം കഴിച്ചു. അപ്പോൾ അത് നിയമവിരുദ്ധമാകുമെന്ന് തോന്നിയത് കൊണ്ട് ഇവർ രണ്ടുപേരും ഇസ്ലാം മതം സ്വീകരിച്ചു, വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ പുള്ളിയുടെ ആ താല്പര്യം കുറഞ്ഞു. അവരുടെ പേര് അനുരാധ ബാലി എന്നായിരുന്നു, ഈ സർക്കാർ അഭിഭാഷകയുടെ. അത് SMS വഴിക്ക് അവരെ തലാക്ക് ചെയ്തു. അത് നരേന്ദ്രമോദി മുത്തലാക്ക് നിരോധിക്കുന്നതിന് മുമ്പാണ്. അങ്ങനെ തലാക്ക് ചെയ്തു. അതിനെ തുടർന്ന് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. ഇത് വലിയ വിവാദമായി. പുള്ളി രാജിവെച്ചു. കുറച്ച് നാളത്തേക്ക് കോൺഗ്രസിൽ നിന്ന് വിട്ടു. അത് കഴിഞ്ഞ് പുള്ളി പാർട്ടിയിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്രവൃത്തികളാണ് ഇവർ കാലകാലങ്ങളായിട്ട് ഓരോ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പാർട്ടി ഉപ്പുവെച്ച കാലം പോലെ. ഇനി രാഹുൽ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലക്കാരൻ. അയാൾ പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും മത്സരിക്കുന്ന നമുക്ക് ആർക്കും ഒരു വിരോധം ഉണ്ടായിട്ടില്ല. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം സീറ്റ് വാങ്ങിച്ചിരുന്നതിന് കാരണം എന്താണ്? അതേ ഷാഫി പറമ്പിലെ കുടിയെടുപ്പുകാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശ്രിതനാണ്. അത്രേ ഉള്ളൂ. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. എൻ്റെ മക്കളാരും നിയമസഭയ്ക്ക് മത്സരിക്കാൻ പ്രായമാകാത്തതുകൊണ്ട് ഷാഫി പറമ്പിൽ വാശി പിടിച്ച് എൻ്റെ ആശ്രിതന് എൻ്റെ പെട്ടിപിടുത്തക്കാരന് ഒരു സീറ്റ് കൊടുക്കുന്നത് വാശി പിടിക്കും. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം വഴങ്ങി. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ഇത് ആദ്യത്തെ പരാതിയോ അവസാനത്തെ പരാതിയോ അല്ല. ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാർ പരാതി പറഞ്ഞിട്ടുണ്ട്, ചിലരുടെ പെൺമക്കൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പരാതികൾ KPCCയിൽ ഇരിപ്പുണ്ട്, AICCയിൽ ഇരിപ്പുണ്ട്, മറ്റു പല സ്ഥലത്തും ഇരിപ്പുണ്ട്. ഇവരാരെങ്കിലും പോലീസിൽ ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ പണ്ടേ ജയിലിൽ പോയാൽ അതേപോലെ തന്നെ തുടർന്നു. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്നത്തെ നിലയ്ക്ക് എടുക്കാവുന്നതിൽ ഏറ്റവും ധീരമായ തീരുമാനമാണ് സതീശൻ എടുത്തത്. യാതൊരു സംശയമില്ല. ഈവൻ KC വേണുഗോപാലിൻ്റെ ഭാര്യ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നമ്മൾ ഓർക്കുന്നില്ലേ? അത്രയും ആഭാസനാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന് പരക്കെ ബോധ്യമുള്ള കാര്യമാണ്. അല്ല, ആ തീരുമാനത്തിൽ കോൺഗ്രസ് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തൻ്റെ അടുത്തുകൂടി വോട്ടർമാരെ സമീപിക്കാൻ വരും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഗതികേട് വരുമായിരുന്നില്ല. ഇപ്പൊ സംഭവിച്ചെന്താണ്? ഇയാളെ സസ്പെൻഡ് ചെയ്തതിന് പിറ്റേ ദിവസം തൊട്ട് സഹതാപം പുള്ളിയുടെ ഭാഗത്തേക്ക്. എന്ന് മാത്രമല്ല, ഇവർ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കുറേ സൈബർ ഗുണ്ടകളെ വാടകയ്ക്കെടുത്ത് മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ തെറി പറയാൻ തുടങ്ങി. പ്രത്യേകിച്ച് VD സതീശൻ. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. ഈ 2025 ആണ്ടിൽ ഈ ഭൂമി മലയാളത്തിൽ ഏറ്റവും വലിയ സൈബർ ബുള്ളിങ്ങിന് വിധേയനായിട്ടുള്ള ആളാരെന്ന് വെച്ചാൽ അത് VD സതീശനാണ്. സതീശനെ കുറിച്ച് ഇനി പറയാനൊന്നുമില്ല ബാക്കി. ചില ഈ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ പ്രഭാതം തൊട്ട് പ്രദോഷം വരെ സതീശനെ ഇങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പുറകിൽ ഇവരാണ്. ഇനി ഇവരുടെ പുറകിൽ ആരാണ്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ പുറകിൽ KC വേണുഗോപാലാണ്. എനിക്ക് തോന്നുന്നു പറയാനായിട്ട് ഒരു മടിയില്ല, പേടിയില്ല. നീ ആണാണെങ്കിൽ ഉറക്കെ പറയടാ. ഉറക്കെ പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്തോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്തോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ KC വേണുഗോപാലാണ് കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട്
ഏറ്റവും വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമയാസമയങ്ങളിൽ ഉപദേശിച്ചിരുന്ന ആളാണ് അഹമ്മദ് പട്ടേൽ. അതുകൊണ്ടാണ് ഈ സോണിയാഗാന്ധി ICC പ്രസിഡന്റായിരുന്ന കാലത്ത് UPA ചെയർപേഴ്സൺ ആയിരുന്ന കാലത്തൊക്കെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയത്. അഹമ്മദ് പട്ടേലിന്റെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാനത്ത് KC വേണുഗോപാലിനെ കയറിപ്പറ്റി. അതുകൊണ്ടാണ് ഈ പാർട്ടി ഇന്നിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആവർത്തിക്കണം. മൂന്നാം പിണറായി സർക്കാർ സാധ്യമാകണം. പിണറായി വിജയനെ മൂന്നാമതും കേരള ചക്രവർത്തിയാക്കി വാഴിച്ചതിന് ശേഷമേ വേണുഗോപാലിന് വിശ്രമമുള്ളൂ. അതുകൊണ്ടാണ് ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ മുതലായ അന്തക വിത്തുകളെ പുള്ളി അന്തം വിട്ട് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. KC വേണുഗോപാൽ ഒറ്റ ആളാണ് കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രിയോ വേറെ എന്തൊക്കെ ആവണം എന്നാണ് ആഗ്രഹം. അതിന് രമേശ് ചെന്നിത്തലയെ വെട്ടിമാറ്റണം, സതീശനെ വെട്ടിമാറ്റണം. ഇനി ആരൊക്കെ വഴിയിൽ വരും അവരൊക്കെ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറെ സൈബർ കൂട്ടുകളെ ഈ അന്തോ കൊന്തൂല്ലാത്ത കുറെ ഊത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടൻ രാജിവെച്ചപ്പോൾ ആരെയാണ് ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് കൊടുത്ത്? കേൾപ്പോരും കേൾവിയില്ലാത്ത ഏതോ ഒരു മനുഷ്യനെ കൊടുത്തിട്ട് ദാ യൂത്തിന്റെ പുതിയ പ്രസിഡന്റാണ്, നിങ്ങൾ സഹിച്ചോളൂ എന്ന് പറയുകയാണ്. ഇതെങ്ങനെ ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. അഭിജിത്തിനെ പ്രസിഡന്റാക്കി നമുക്ക് മനസ്സിലാക്കാം. ആളുകൾ അറിയുന്ന വ്യക്തിയാണ്. അബിൻ വർക്കിയെ കൊണ്ടുവന്നാൽ അതിനൊരു ന്യായമുണ്ട്. അയാൾ ഒരു ആവേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച തെരഞ്ഞെടുപ്പിൽ തൊട്ടു പിന്നിൽ വോട്ട് നേടിയ ആളാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്, എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്. ഓ സാറിന്റെ നാവിന്നൊക്കെ ഇങ്ങനെ ഒരു കമന്റ് കേൾക്കാന്ന് വെച്ചാ ഈശ്വരാനുഗ്രഹ സാറേ. അതിന്റെ ക്രെഡിറ്റ് ഈശ്വരനൊന്നും കൊടുക്കണ്ട, തന്റെ ആത്മാർത്ഥതയ്ക്കുള്ള. അതെ, ഏതർത്ഥത്തിലും യോഗ്യനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ പെണ്ണ് കേസില്ല എന്നുള്ളൊരു അയോഗ്യത മാത്രമേ ഉള്ളൂ. അതൊരു അയോഗ്യതയാണെങ്കിൽ ഇനി 150 160 ജോയിന്റ് സെക്രട്ടറിമാർ വരാൻ പോവുകയാണ്. അപ്പൊ ഈ രീതിയിൽ പാർട്ടിയെ പുനഃസംഘടിപ്പിച്ച് ഒരു വഴിക്കാക്കിയിരിക്കുകയാണ്. ഞാനൊരു രഹസ്യം പറയട്ടെ. രഹസ്യം എന്ന് പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ് രാവിലെ ഞാൻ കോടതി പോകാൻ തിരക്കൊടിക്കുന്ന സമയത്ത് എന്റെ ഫോണിൽ വിളിച്ചു. അപ്പൊ ഇദ്ദേഹം വെറുതെ വിളിക്കുന്ന ആളല്ല. എന്താ വിളിച്ചത്? ഇപ്പോൾ ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ഭാരവാഹികളാണ് എല്ലാവരും. DCC സെക്രട്ടറി, DCC വൈസ് പ്രസിഡന്റ്, ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പഞ്ചായത്തിലേക്ക് മത്സരിക്കണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കണം, സീറ്റ് വേണം. അപ്പൊ നിങ്ങളെല്ലാവരും കണക്കാ. ആരെ ഒഴിവാക്കാൻ പറ്റുകയില്ല. ആകെ കൂടി പ്രാന്താവുന്ന അവസ്ഥയായി. അപ്പോൾ ഒരു തമാശയ്ക്ക് ഒരു നേരമ്പോക്കിന് വേണ്ടി വക്കീലിനെ വിളിച്ചാണ്. അപ്പോൾ എനിക്കും വലിയൊരു നേരമ്പോക്കായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ പുള്ളി പറഞ്ഞു അതിന് മുമ്പായിട്ട് ഞാൻ ഈ നാട് വിട്ടു പോകേണ്ടി വരും. നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇതുപോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രസിഡന്റും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാരവാഹിയൊക്കെ ആക്കുമ്പോൾ അതിൻ്റെ ദുരന്ത ഫലം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങളിത് പ്രൊജക്ട് ചെയ്യൂ. ബീഹാറിൽ എങ്ങനെയാണ് തോറ്റത്? ബീഹാറിൽ ഇതുപോലെയായിരുന്നു. എന്ത് കണ്ടുകൊണ്ട് നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇദ്ദേഹം വോട്ടർ അധികാര യാത്രയൊക്കെ നടത്തി. യാത്ര കഴിഞ്ഞ ഉടനെ പുള്ളി ഗോട്ടിമാലയ്ക്ക് പോയി. അത് കഴിഞ്ഞ് വെനിസ്വേലയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ തോക്കാനും പ്രവർത്തിക്കാൻ ആരും ഇല്ലാണ്ട് വന്നു. പപ്പു യാദവാണ് ബീഹാറിലെ കാര്യങ്ങൾ വിശദീകരിച്ചത്. അത് ഓർമ്മയുണ്ടോ? അധോലോക നായകനാണ് ഈ പപ്പു യാദവ്. അയാളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവ്. പിന്നെ ഇവിടുന്ന് പോയ ഒരു നിരീക്ഷകനും അവിടുത്തെ PCC പ്രസിഡന്റ് ഇവര് പണം വാങ്ങിയിട്ട് പാർട്ടി ടിക്കറ്റ് വിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടി തോറ്റുപോയി എന്നൊരു വല്ല അത്ഭുതമുണ്ട്. 6 സീറ്റിൽ ജയിച്ചതാണ് അത്ഭുതം. എങ്ങനെ 6 സീറ്റ് ജയിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് പഠനം നടത്തുന്നത്. അഹമ്മദ് പട്ടേലിനെ കണ്ടുപിടിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള പല അപകടങ്ങളും സംഭവിക്കും. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, വരാൻ പോകുന്ന വലിയ വലിയ അപകടങ്ങളുടെ ഒരു മുന്നോടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൻ്റെ പേരിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ പാർട്ടി ചോദിച്ചു വാങ്ങിയതല്ലേ? ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു. ഷാഫി പറമ്പിലുണ്ട്, അനിൽകുമാറുണ്ട്, വിഷ്ണുനാഥുണ്ട്, സാക്ഷാൽ KPCC അധ്യക്ഷനുണ്ട്, സർവോപരി മുൻ അധ്യക്ഷൻ K സുധാകരൻ. ഇവരെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്താ പറയുക വല്ലാതങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ്. അയാൾ കുറച്ച് ദിവസം വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നു. അതേപോലെ 2-3 മാസം അടങ്ങി ഒതുങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പാലക്കാട് ചെന്ന് ഈ കൂത്ത് നടത്തിയിരുന്നില്ലെങ്കിൽ പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഈ പ്രശ്നം, ആ പാവം പെൺകുട്ടി ഒരുപക്ഷെ പാവം എന്ന വാക്കൊന്നും അല്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത്, എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ആ ഇര അല്ലെങ്കിൽ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടി ഇപ്പോൾ ഈ പരാതിയായിട്ട് വരില്ലായിരുന്നു. അത് ഞാൻ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി സപ്പോർട്ട് കിട്ടിയില്ലേ? ആ പരാതിയുമായിട്ട് അതിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. നേരത്തെ വക്കീൽ പറഞ്ഞല്ലോ,
ഇനി വി ഡി സതീശനെ ഇതിൽ കൂടുതൽ ആക്രമിക്കാനുണ്ടോ? അങ്ങേരെ ശരശയ്യയിലാക്കിയില്ലേ പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവിച്ചല്ലേ പറ്റൂ. സതീശൻ ഇങ്ങനെ ഇനി ഉപയോഗിക്കാൻ മലയാള ഭാഷയിൽ വാക്കുകളില്ലാത്ത രീതിയിൽ അത്രത്തോളം ആക്രമിച്ചു. ചില ഘട്ടങ്ങളിലെങ്കിലും പലരും വിചാരിച്ചു സത്യത്തിൽ കുറ്റം ചെയ്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണോ അതോ വി ഡി സതീശനാണോ? അതെ അതെ. ബ്ലാങ്കിൽ വെടിവെച്ചുകൊണ്ടിരിക്കുക. ഒറ്റ കാരണമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്യുന്ന കസേര എന്താണെന്നും താൻ വഹിക്കുന്ന പദവി എന്താണെന്നും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു അന്തസ്സും മാന്യതയും ഏത് പൊതുസേവകനും ഏത് രാഷ്ട്രീയ നേതാവും പുലർത്തേണ്ടതുണ്ട്. മൂക്കാതെ പഴുത്തുപോയത് കൊണ്ട് ഇതൊക്കെയാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ മഹത്വം. എത്ര പേരെ വളയ്ക്കാൻ കഴിയുന്നോ, എത്ര പേരെ പാട്ടിലാക്കാൻ കഴിയുന്നോ, അതാണ് മഹത്വമെന്ന് ധരിച്ചു വശാകുന്ന പുതിയ തലമുറയിലെ ഈ പറഞ്ഞ പോലെ പെർവർഷനോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരാൾ മാറിയാൽ അവൻ ചെയ്തു കൂട്ടണ തോന്നിയാസനൊക്കെ കൂട്ടി നിന്നിട്ട് ഇപ്പൊ എന്താണോ എന്നെ തറവാടിന്റെ അന്നസ് കപ്പൽ കയറിയില്ലേ? അയാളെ ഇരുത്തേണ്ട അടുത്ത് ഇരുത്തുകയും അയാളെ വാഴ്ത്തുപാട്ട് പാടുകയല്ല ചെറുപ്പം ചെയ്യേണ്ടത്, യുവത ചെയ്യേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്ന കാഴ്ച അയാൾ ഹീറോയും അയാൾക്കെതിരെ നടപടിയെടുത്തവർ വില്ലന്മാരുമായി മാറുന്ന കാഴ്ച. എന്തൊരു ദൈന്യതയാണ്, എന്തൊരു ഗതികേടാണിത്. അത് രാഹുലിനെ പോലെ ഒരു രാഷ്ട്രീയ ഭാവി പ്രതീക്ഷയായി എല്ലാവരും കണ്ടിരുന്ന, ഞാനും കണ്ടിരുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ പാനലിൽ ഇതുപോലെ ടെലിവിഷൻ ഡിബേറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് അപ്രീസിയേഷൻ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ രാഹുൽ. പക്ഷേ ഇപ്പോൾ നേരത്തെ ജയശങ്കർ സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതുപോലെയുള്ള പാർട്ടി പ്രവർത്തകരെ വേട്ടപ്പട്ടികളെ പോലെ തുറന്നുവിട്ട് സമയത്തിന് വാക്സിനേഷൻ കൊടുക്കാതെ ഇത്തരത്തിൽ ഒരു ഒഫൻസിൻ്റെ വിക്ടിം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഈ അതിജീവിതയെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ എന്ത് ധാർമ്മികതയാണ് ഈ പാർട്ടിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നത്? എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം സത്യം സത്യം. ഇറങ്ങി പുറപ്പില്ല. ഇങ്ങനെ അതിജീവിതയെ വ്യാപകമായി ആക്രമിക്കുമ്പോൾ കോൺഗ്രസ്സുകാരൻ കാലങ്ങളായിട്ട് പുലർത്തി വന്ന അവരുടെ പ്രിൻസിപ്പിളും സംസ്കാരവും ഒക്കെ എവിടെ പോയി? വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഉള്ള കാര്യം നേരെ അങ്ങ് പറയാം. ഇനി കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഇതിനി സംരക്ഷിക്കുകയാണെങ്കിൽ, കൂടുതൽ ആരോപണങ്ങൾ ഇനി ഉയർന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? ആദ്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ ഈ കുളത്തില് ഈ ട്യൂബ് ഇല്ലാണ്ട് അങ്ങനെ ചാടുക. KPCC മുൻ പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വളരെ പരസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞത്, രാഹുലിനൊപ്പം വേദി പങ്കിടും, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ നേതാക്കൾക്കും ഇപ്പോൾ സമാധാനമായിട്ടുണ്ടാവുമോ? തീ പിടിക്കുമ്പം ബീഡി കത്തിക്കരുത് ഉണ്ണികൃഷ്ണ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കേണ്ടുന്ന ഉചിതമായ മറുപടി ഇന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മിക മൂല്യങ്ങളെ മാനിക്കുന്ന ആർക്കും അയാൾ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാനാവില്ല. കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത്. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. കോൺഗ്രസിന്റെ കുറേയധികം ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇവരൊക്കെ ക്യാമറകൾക്ക് മുന്നിൽ പോലും രാഹുലിനൊപ്പം നടക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നത്? അപ്പൊ അതിനർത്ഥം വളരെ ശക്തരായിട്ടുള്ള കുറേയധികം ആൾക്കാർ കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ടുണ്ട്. സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. നേതാവുണ്ട് ദീപ ദാസ് മുൻഷി, ഒരു സ്ത്രീ കൂടിയാണ്. അവർ പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ, ഇത് അടഞ്ഞ അധ്യായമാണ്, ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആ ചാപ്റ്റർ വീണ്ടും തുറന്നില്ലേ? ഇപ്പൊ ദീപദാസ് മുൻഷി അറിഞ്ഞു കാണത്തില്ലേ ഇതിനോടകം അത് തുറന്നു എന്നറിഞ്ഞു കാണത്തില്ലേ? രാഹുലിനെതിരെ പാർട്ടിയിൽ അന്വേഷണം ഉണ്ടാകും എന്ന് ശ്രീ വി ഡി സതീശൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഒരു അന്വേഷണവും ഇല്ല എന്ന് പറഞ്ഞതും ഇതേ ദീപദാസ് മുൻഷിയാണ്. പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ. ഞാൻ പറയുന്നത് ഈ പരാതിയും മറ്റു കാര്യങ്ങളും ഈ FIR-ഉം ഒക്കെ ഈ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അടുത്ത് കൊണ്ടുപോയി ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ വായിച്ചു കൊടുക്കണം. എന്നിട്ട് ഇവരോട് പറയണം, നിങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ ദാ ഇപ്പൊ കേരള പോലീസിന് ഓപ്പൺ ചെയ്യേണ്ടി വന്നു 3 മാസം കഴിഞ്ഞപ്പോൾ. ഇവിടെ ചീത്തയായിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്. നിങ്ങളുടെ കുറെ കൊള്ളരുതാത്ത പ്രവർത്തകർ ഇദ്ദേഹത്തിന് കീജൈ വിളിച്ചുകൊണ്ട് മറ്റുള്ള പ്രവർത്തകരെ സൈബർ അധിക്ഷേപം നടത്തി നടക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കണം, ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ്, ഇവരുടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? പ്രവർത്തകൻ ഒരു സ്ത്രീയെ നിരന്തരമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നു. അത് ശരിയാണോ? കുട്ടി ഉണ്ടാകണം എന്ന് വാശി പിടിക്കുന്നു. അവർ വിവാഹിതയാണ് എന്ന് അറിഞ്ഞിട്ടും കുട്ടി ഉണ്ടാകണം, നമുക്ക് അതിനു വേണ്ടിയിട്ട് നിരന്തരമായി ശാരീരിക ബന്ധം ഉണ്ടാകണം എന്ന് വാശി പിടിക്കുന്നു. എന്നിട്ട് ഗർഭിണിയാകുന്ന സമയത്ത് സുരക്ഷിതമല്ലാത്ത മാർഗത്തിലൂടെ ഗർഭഛിദ്രത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇത് ഈ ഗർഭഛിദ്രത്തിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഇത് സ്വയം അവർ കഴിച്ചിരിക്കുകയാണെന്ന്. അപ്പൊ അതിനെപ്പറ്റി അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ഉണ്ടല്ലോ അല്ലെ? അത് സുരക്ഷിതമല്ലാത്ത ഒരു മാർഗത്തിലാണ് എന്നതിനെ കുറിച്ച് അറിയാമല്ലോ.
ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ നിങ്ങളുടെ ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു യുവ പ്രതിനിധി രാഷ്ട്രീയ മാന്യതയുടെ അടിസ്ഥാനത്തിൽ പ്രദർശിപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മികത, ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ? നിങ്ങൾ സ്ത്രീകളോടെന്നാണോ കാണേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം MLA ആയിട്ട് അവിടെ തുടരുമ്പോൾ നാളെ ഇദ്ദേഹം ഓഫീസിലേക്ക്, ഈ അടച്ചുപൂട്ടിയിരിക്കുന്ന ഓഫീസിലേക്ക് നാളെ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ഒരു സ്ത്രീ വരുന്ന സമയത്ത് ആ പരാതിയുമായി വരുന്ന സ്ത്രീക്ക് ഒരു അന്തസ്സില്ലേ? അവരോട് ഇദ്ദേഹം മാന്യമായിട്ട് പെരുമാറുമെന്നൊരു ഉറപ്പ് ആർക്കും ഇല്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് വേണ്ടേ? ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് കോൺഗ്രസ്സുകാർക്ക് എവിടെ കഴിയും? കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം, എന്നാലും മുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. വഴിക്കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. ഈ നേരത്തെ പറഞ്ഞ ആളുകളാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത്. ഇതൊക്കെ പോട്ടെ വിചാരിക്കും. നമ്മുടെ KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, രാമേന്ദ്രൻ VM സുധീരൻ വരെ ഇരുന്ന സ്ഥലത്താണ് ഈ സണ്ണി ജോസഫ് ഇരിക്കുന്നത്. അദ്ദേഹത്തെ ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഫണ്ണി ജോസഫ് എന്നാണ് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്ര നല്ല രസകരമായ ഒരു പേര് അതിന് മുമ്പ് കേട്ടില്ല. പുള്ളിക്ക് ഏറ്റവും യോജിച്ച പേര് അത് തന്നെയാണ്. എന്തൊരു കഷ്ടമാണ്. ആ മനുഷ്യൻ്റെ നിലവാരം നിങ്ങൾ കണ്ടില്ലേ? പുള്ളി കാലത്തൊന്ന് പറയും, ഉച്ചയ്ക്ക് വേറൊന്ന് പറയും, വൈകുന്നേരം മൂന്നാമതൊന്ന് പറയും. പുള്ളി ഏത് സീറ്റിലാണ് ഇരിക്കുന്നത് പുള്ളിക്ക് അറിയില്ല. പുള്ളി അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി? സത്യത്തിൽ ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയത് കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും പരിഹസിക്കുന്നതിന് തുല്യമാണ്. കാരണം ക്രിസ്ത്യാനികളുടെ പേരിൽ KPCC പ്രസിഡന്റ് ആയ ആൾ ഇത്രയും ഒരു എന്താ പറയുക, ഓക്കൻ എന്ന വാക്കാണ് ഞങ്ങളുടെ നാട്ടിൽ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ. കേരളത്തിലെ മൊത്തം ക്രിസ്ത്യാനികളെ, മൊത്തം കത്തോലിക്കരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയത്. സത്യത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന് തന്നെ പുള്ളി അവമാനമാണ്. ഞാൻ ക്രിസ്ത്യാനികളെ പറ്റിയല്ല പറയുന്നത്, കോൺഗ്രസ്സുകാർക്ക് അവമാനമാണ്. ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്, ആ പുറത്താക്കിയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊന്നും പരിശോധിച്ച് നോക്കും. ഇപ്പോൾ വീണ്ടും ഒരുപാട് പേരെ കേൾപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള പ്രതികരണങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കും. പുള്ളി എവിടെയാണ് നിൽക്കുന്നത്, പുള്ളി ആരാണെന്നാണ് പുള്ളി വിചാരിച്ചിട്ടുള്ളത്, പുള്ളി ഏത് കസേരയിലാണ്, ഏത് ഓഫീസിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യമില്ല അദ്ദേഹത്തിന് വേണ്ടേ. ഇതുപോലെ നിറമോ മണമോ ഗുണമോ ഇല്ലാത്തൊരു പ്രസിഡന്റ് KPCCയുടെ ചരിത്രത്തിലുണ്ടായില്ല. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.